അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം കശ്മീരിലെ പഹൽഗ്രാമിൽ ഭീകരാക്രമണം 27 ജീവനുകൾ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ സെൻസേഷൻ ന്യൂസ്. പഹൽഗ്രാമിൽ ഉല്ലാസ യാത്രയ്ക്ക് പുറപ്പെട്ട ഇടവേള സമയം ആഘോഷിക്കാനും ആസ്വദിക്കാനും ഒക്കെ കശ്മീരിലേക്ക് പോയ ടൂറിസ്റ്റ് സംഘത്തിന് നേരെയാണ് പാകിസ്ഥാൻ ഭീകരർ നിറയൊഴിച്ചത്. 27 വിലപ്പെട്ട ജീവനുകളാണ് അവിടെ പൊലിഞ്ഞു വീണത്, നഷ്ടപ്പെട്ടത്. അവർ സ്ത്രീകളെ ഒന്നും ചെയ്തില്ല, പുരുഷന്മാരെ തെരഞ്ഞുപിടിച്ച് കൊല്ലുകയായിരുന്നു. ഇന്നേവരെ ഒരു ഭീകര പ്രസ്ഥാനവും ചെയ്തിട്ടില്ലാത്ത ഒരു പ്രവൃത്തി അവിടെ അവരിൽ നിന്നും കാണാൻ ഇടയായി. എന്താണെന്ന് വെച്ചാൽ, ഓരോ വ്യക്തിയെയും കൊല്ലുന്നതിന് മുൻപ് അവരുടെ വിവരങ്ങൾ ചോദിച്ചറിയുന്നു. അവർ മുസ്ലിം ആണോ അല്ലയോ എന്ന് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് മുസ്ലിം അല്ല എന്ന് ഉറപ്പ് വരുത്തിയവരെ അവർ ഉടനടി വെടിയുതിർക്കുകയാണ്. മുസ്ലിം ആണ് എന്ന് തോന്നിക്കുന്നവരെ വെറുതെ വിടുന്നു. ഇന്നവരെ ലോകത്തെമ്പാടുമുള്ള ഒരു ഭീകര സംഘടനകളും കാണിച്ചിട്ടില്ലാത്ത ഒരു രീതിയാണിത്. ഭീകര സംഘടനയ്ക്ക് അത് മുസ്ലിമാണോ അല്ലയോ എന്നൊന്നും സാധാരണഗതിയിൽ അവർ അന്വേഷിക്കാറില്ല, നോക്കാറില്ല. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു ആസൂത്രണം കൂടി ഉണ്ടായിരുന്നു ഈ കൊലപാതകത്തിന്. എന്തുകൊണ്ടാണ് അവർ ആ രീതിയിൽ അറ്റാക്ക് നടത്തിയത് എന്ന് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാകാത്ത ഒരു കാര്യമാണ്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, പാകിസ്ഥാന്റെ അതിർത്തിയിൽ നിന്നും ഈ സംഭവം നടക്കുന്ന പ്രദേശത്തേക്ക് വെറും 6 കിലോമീറ്റർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഘോരവനമാണ്. ഈ ഘോരവനത്തിലൂടെ 6 കിലോമീറ്റർ നടന്നു വേണം ഈ ഉല്ലാസ വേള നടക്കുന്ന ഈ മൈതാനത്ത് എത്തിച്ചേരാൻ. ടൂറിസ്റ്റുകൾ ഉല്ലസിക്കുന്ന ഈ പ്രദേശത്തേക്ക് എത്തിച്ചേരാൻ 6 കിലോമീറ്റർ ദൈർഘ്യമുണ്ട്. അവിടെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഒരു വീഴ്ച അവിടെ ഉണ്ടായത് അതിർത്തി രക്ഷാസേന, അതായത് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, അവരുടെ സാന്നിധ്യം ഇന്ത്യൻ അതിർത്തിയിൽ ഉണ്ടായിരുന്നില്ല എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഭീകരവാദികൾക്ക് ഇന്ത്യൻ മണ്ണിലേക്ക് കടന്നു കയറാൻ ഇടയായത്. അത് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റിന് സംഭവിച്ച ഒരു വീഴ്ചയും പരാജയവും ആണ് എന്ന് പറയാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല. ഏതായാലും നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഒരു കാര്യം ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. ഭീകരവാദികൾക്ക് അവർക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള വമ്പൻ തിരിച്ചടി നൽകുമെന്നാണ് നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത്. അത് അങ്ങനെ തന്നെ ചെയ്യണം എന്നുമാണ് ഞാനും ആഗ്രഹിക്കുന്നത്. അപ്പോൾ എറണാകുളം ജില്ലയിലെ എറണാകുളം സിറ്റിയോട് ചേർന്ന് കിടക്കുന്ന ഇടപ്പള്ളി എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു രാമചന്ദ്രൻ എന്നു പേരുള്ള വ്യക്തിയെ തൻ്റെ പേരെന്താണ് എന്ന് ചോദിക്കുകയും പേര് പറഞ്ഞപ്പോൾ അത് മുസ്ലിം പേരാണെന്ന് അവർക്ക് സംശയം തോന്നിയപ്പോൾ ഉടനെ ഷഹാദത്തി കലിമ ചൊല്ലൂ എന്നാണ് പറഞ്ഞത്. ഷഹാദത്തി കലിമ ചൊല്ലാൻ മുസ്ലിം അല്ലാത്തവർക്ക് അസാധ്യമായ കാര്യമാണ്. അപ്പോൾ അദ്ദേഹത്തിന് അത് ചൊല്ലാൻ സാധിച്ചില്ല. ഉടനെ തന്നെ കിടക്കാൻ പറഞ്ഞു. കിടത്തിക്കൊണ്ട് ഉടനെ വെടിയുതിർക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. മകളുടെ പേര് ആരതി എന്നാണ്. അതിനുശേഷം ആരതിയുടെ നേർക്ക് തോക്ക് ചൂണ്ടുകയുണ്ടായി. തോക്ക് ചൂണ്ടിയെങ്കിലും ആരതിയെ കൊന്നില്ല, വെറുതെ വിട്ടു. വെടിയൊച്ച കേട്ടയുടനെ തങ്ങൾ കാട്ടിലേക്ക് ഓടുകയാണ് ഉണ്ടായത്. പിന്നാലെ ഫോളോ ചെയ്തു വന്ന ഭീകരവാദികൾ ആ കാട്ടിൽ വെച്ചാണ് എൻ്റെ അച്ഛനെ വെടിവെച്ച് കൊന്നത് എന്ന് സങ്കടത്തോടുകൂടി വിഷമത്തോടുകൂടി മകൾ ആരതി പറയുന്നു. ശവസംസ്കാര ചടങ്ങുകൾ ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ നടക്കും. രാവിലെ 7 മുതൽ 9:30 വരെ പൊതു ദർശനമുണ്ടാകും. അതിനുശേഷം ഉച്ചയ്ക്ക് ഏതാണ്ട് 12 മണിയോടുകൂടി ശവസംസ്കാരം നടക്കും. ഇടപ്പള്ളി NSS കരയോഗ ശ്മശാനത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഏതായാലും ഈ കൂട്ടക്കൊലയുടെ നേരിട്ടുള്ള പങ്കാളിത്തം നമുക്ക് മനസ്സിലാകുന്നത് പാകിസ്ഥാൻ ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഭീകരവാദികളാണ് എന്നാണ് മനസ്സിലാകുന്നത്. എന്നാൽ യഥാർത്ഥ ഭീകരവാദി ഈ രംഗത്ത് വന്ന കൂട്ടക്കൊല നടത്തിയ കൊലയാളിയോ പാകിസ്ഥാനോ അല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ ആര് എന്നൊരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. അത് ആരാണെന്ന് വ്യക്തമാക്കുന്ന വീഡിയോ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഞാൻ വ്യക്തമായി തന്നെ പറയുന്നതാണ്.
അപ്പോൾ ഈ വീഡിയോയിൽ തൽക്കാലം ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. എന്നെ ശ്രവിച്ച എല്ലാവർക്കും എൻ്റെ വലിയൊരു സലാം.